ചേരിയിൽ വളർന്ന് ചേരിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ചെറുത്തുനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥ എന്നാണ് പുസ്തകത്തിന് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് ആ പുസ്തകം, ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം. ധനുജകുമാരി എസ്. എഴുതിയിരിക്കുന്നത് വിജില ചിറപ്പാടാണ്. ഈ ചേരിയിലെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ട്രോളുകളിലൊക്കെ പല വിളിപ്പേരുകൾ പറയാറുണ്ട്. നമ്മളത് പൊളിറ്റിക്കലി എത്രത്തോളം ഇൻകറക്റ്റാണ്, അത് എത്രമാത്രം ആളുകളെ വേദനിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് ആസ്വദിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് അതിന് ഞങ്ങളൊരു തമാശയായിട്ടാണ് കാണുന്നത്, അത് വേറെ ആരെയും വേദനിപ്പിക്കില്ല എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ വളരെയധികം ബാധിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിലൂടെയൊക്കെ ഉള്ളൊരു യാത്രയായിട്ടാണ് എനിക്ക് ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന ധനുജകുമാരി എസ് എഴുതിയ ഈ പുസ്തകം അനുഭവപ്പെട്ടത്. ഈ പുസ്തകത്തിലുടനീളം ഇതൊരു കോൺവെർസേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ധനുജകുമാരി എന്ന വ്യക്തിയുടെ അടുത്ത് പോയിരിക്കുക, അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞു തരിക, നമ്മളതെല്ലാം കേട്ട് ഇരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, എനിക്ക് അങ്ങനെയാണ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഫീൽ ചെയ്തത്. മാത്രമല്ല ഇത് ഒരു വ്യക്തിയുടെ മാത്രം അനുഭവങ്ങളാണ്, അവരുടെ ജീവിതത്തിലെ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിലൂടെയുള്ളൊരു പോക്ക്, പിന്നെ ഫ്യൂച്ചറിൽ അവരെന്തൊക്കെ സ്വപ്നം കാണുന്നു, അവർ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെ പൊളിറ്റിക്സ് എന്താണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരാളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ നമ്മൾ ഒത്തിരി ജീവിതങ്ങൾ കാണുന്നുണ്ട്. ചേരിയിൽ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെ വേണ്ടി ഒരുപാട് ഫണ്ട് മാറ്റി വെക്കുന്നുണ്ടല്ലോ, അതൊക്കെ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ കിട്ടിയിട്ടും ഇവരെന്താണ് നന്നാവാത്തതെന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ വരെയുണ്ട്. അവരെല്ലാവരും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മുട്ടായി കൊടുത്തെന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതം നന്നാവണമെന്നില്ല. അയാളുടെ മുഴുവൻ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും ഈ വികസനം എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ജനിച്ച് ജീവിച്ച ഒരു വിഭാഗം ആളുകളെ അവർക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. അവരിതുവരെ കടന്നു പോയിരുന്ന അവരുടെ ജീവിത സാഹചര്യമുണ്ട്, അവർ കണ്ടെത്തിയിരുന്ന തൊഴിലുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെ ഒറ്റയടിക്ക് മാറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് മാറ്റി പാർപ്പിക്കുമ്പോൾ അവിടെ ഈ മാറ്റി പാർപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവർ എന്ത് ചെയ്യും, എന്തൊക്കെയാവും, അതവരെ എങ്ങനെയാണ് ബാധിക്കുക, അവരുടെ കുടുംബങ്ങളെ, അവരുടെ കുട്ടികളെ, അതൊക്കെ എങ്ങനെയാണ് ബാധിക്കുക എന്നൊക്കെ ചിന്തിക്കാതെ പലപ്പോഴും ഈ മാറ്റിപ്പാർപ്പിക്കലുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത്തരം പല ലേഖനങ്ങൾ വായിക്കാനിടയായിട്ടുണ്ട്. ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ധനുജകുമാരി എന്ന പെൺകുട്ടി, അവർ വിവാഹിതയാവുന്നു. അവരുടെ വിവാഹാനന്തരം ആ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അവരൊരു ചേരിയിൽ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം അനുഭവിക്കേണ്ടി വന്ന കൂടുതൽ ബുദ്ധിമുട്ടുകൾ, അവരെ പോലെ തന്നെ അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന വേറെയും നിരവധി ആളുകൾ, അവരുടെ മക്കൾ നേടിയ നേട്ടങ്ങൾ, അതൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ധനുജകുമാരിയുടെ മൂത്ത മകൻ നിധീഷ്, അദ്ദേഹം കേരള കലാമണ്ഡലത്തിൽ പഠിക്കാൻ പോയ ആളാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിരവധി മോശം അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും വളരെ ചെറിയ പ്രായത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്നത് പോലെ ഓടി വരികയും ചെയ്ത ആളാണ്. കേരള കലാമണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജാതീയമായ വേർതിരിവുകളെ, അവരുടെ ആക്രമണങ്ങളെ എന്ന് തന്നെ പറയാം, അതിനെ ഒരു തരത്തിലും സഹിക്കാൻ പറ്റാതെ അവിടുന്ന് ഇറങ്ങി ഓടിയ ഒരാൾ. അയാൾ പിന്നീട് AR റഹ്മാൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. നിരവധി ഈവൻറ്റുകൾ, ഒത്തിരി പ്രശസ്തി ഒക്കെ സ്വന്തമാക്കിയ ഒരാളായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. ധനുജകുമാരിയുടെ ഭർത്താവ് 48 മണിക്കൂർ തുടർച്ചയായി ചെണ്ട വായിച്ച് പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ്. ചെങ്കൽച്ചൂള കോളനിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമീപകാലത്ത് ഒത്തിരി വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിജയുടെയും സൂര്യയുടെയും ഒക്കെ പിറന്നാളുകൾ വരുമ്പോൾ അവരുടെ പാട്ടുകളെ, അവരുടെ സിനിമയിലെ രംഗങ്ങളെയൊക്കെ റീക്രിയേറ്റ് ചെയ്ത് അത്ഭുതപ്പെടുത്തിയ പ്രതിഭകളാണ് അവിടെയുള്ളത്. ഞാൻ പറയുന്നത് ചുമ്മാ റീക്രിയേറ്റ് ചെയ്യുകയല്ല, അവർക്ക് അവരുടേതായ ഒരു മേന്മയുണ്ട്, കലാപരമായ അതിനൊരു മേന്മയുണ്ട്. ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. സ്പോർട്സിൻ്റെ മേഖലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, കലോത്സവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അവരെ ഇന്നും അംഗീകരിക്കാതെ വെച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനോടാണ് ധനുജകുമാരി അവരുടെ അനുഭവങ്ങൾ പറയുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് അവർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ചെങ്കൽച്ചൂള എന്താണെന്ന്, ഇവിടുത്തെ മനുഷ്യർ എന്താണെന്ന് മറ്റുള്ളവർ അറിയണം. ഈ ചൂളയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം. പോകുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചിങ്ങോട്ട് വരാൻ ഓട്ടോക്കാരുടെ അടുത്ത് ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞാൽ വരില്ല. അപ്പോൾ ഞങ്ങൾ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷൻ, പനവിള, മോഡൽ സ്കൂളിൻ്റെ അവിടെ, കൈത്തറയുടെ അടുത്ത് എന്നൊക്കെ പറയും. ഇത്രയൊക്കെ പറയുമ്പോൾ ചിലർ തന്നെ കേൾക്കുമെന്നാൽ ചോദിക്കും, ചെങ്കൽച്ചൂളയിലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഓ എന്ന് പറയും, ആട്ടോ വരില്ല. ചിലർ കേൾക്കും, ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞാൽ എന്താ പേടിയോ എന്ന്. ഞങ്ങളിത് പറയാൻ മടിച്ചാണ്. ചിലർ ഞങ്ങൾക്കൊപ്പം നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് നൂണും പോകാൻ പറ്റില്ല, കുനിഞ്ഞും പോകാൻ പറ്റില്ല. നൂണും പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിവർന്നും പോകാൻ പറ്റില്ല, കുനിഞ്ഞും പോകാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഇതിനൊക്കെ ചെറിയ മാറ്റം വന്നത് ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഓട്ടോക്കാരുള്ളത് കൊണ്ടാണ്. ഇതിനൊക്കെ പൂർണ്ണമായും മാറ്റം വരണം. മറ്റൊരു അധ്യായത്തിൽ പറയുന്നത്, അനാഥ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പിഴച്ചു പെറ്റിട്ട കുഞ്ഞുങ്ങളെ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോയാൽ ഞങ്ങൾ അവരെ എടുത്തു വളർത്തും. അതൊക്കെ മഹത്തായ കാര്യമാണ്. ചന്ദ്രികയും സുശീലയും
അവരുടെ ചെറുപ്രായത്തിലെ അവർക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടി. ബേക്കറി ജംഗ്ഷനിൽ ഒരു കവറിലിട്ട് ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളാണ്. അവരന്ന് വിവാഹം പോലും കഴിച്ചിട്ടില്ല. പിന്നീട് ആ കൊച്ചുങ്ങളെ വളർത്തി വലുതാക്കി. അവരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ സ്വന്തം മക്കൾക്കൊപ്പം നിർത്തി വളർത്തി. ഇതൊക്കെ വലിയ മനസ്സുള്ളവർക്കേ സാധിക്കൂ. ചന്ദ്രികയും സുശീലയും ചെങ്കൽച്ചൂളയിലെ കരുത്തരായ സ്ത്രീകളാണ്. അവരും ഞങ്ങളുടെ അഭിമാനമാണ് എന്ന്. അതായത് ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ നമ്മൾ ഈ പുറമേ നിന്ന് നോക്കുന്ന ആളുകൾ നോക്കിക്കാണുന്ന, വിളിച്ചു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഒരുപാട് ധാരണകളുണ്ട്. ആ ധാരണകൾക്കൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ കൂടി അതിനുള്ളിലുണ്ട്. അവിടെ മെച്ചപ്പെടേണ്ട ജീവിത സാഹചര്യങ്ങളുണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ അവിടെ ഉള്ളവരെയും അവരുടെ പ്രശ്നങ്ങളെയും ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചേരികളിൽ താമസിക്കുന്ന എല്ലാവരോടും ഇതൊക്കെ തന്നെയാണ് എല്ലാ ഭരണകൂടങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ അനുഭവങ്ങളും എനിക്ക് പലതരം എൻ്റെയും ഒത്തിരി ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇടയാക്കിയതാണ്. അമ്മ പറഞ്ഞിട്ടുള്ള അവരുടെ കുട്ടിക്കാലത്തെ, അവരുടെ യൗവനകാലത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി അവർ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. അതൊക്കെയും എനിക്ക് ഓർമ്മ വന്നു ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ. ഞാൻ പറയുന്നത് ഇതൊരു ഒരു ജനതയുടെ ഒരു വിഭാഗം ആളുകളുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ചൊടുങ്ങേണ്ടി വന്ന ഇനി പറക്കാൻ തയ്യാറാവുന്ന ഒത്തിരി ആളുകളുടെ, ഒത്തിരി ജീവിതങ്ങളുടെ കഥ പറയുന്ന ഒരു പുസ്തകമാണ് ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്നുള്ള ഈ പുസ്തകം. ഇതിൽ ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നിയത് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ചില സെൻറ്റൻസുകൾ നമ്മൾ വാക്കുകൾ പോലെ തന്നെ എഴുതി പോകുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, എങ്കിലും ആവർത്തിച്ച് വരുന്നുണ്ട്. ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ഒക്കെ ചില സെൻറ്റൻസുകൾ, ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലത്തെ സെൻറ്റൻസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആവർത്തിച്ച് വരുന്നത് പോലെ തോന്നി. അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതാണ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. പക്ഷേ അപ്പോൾ പോലും തീർച്ചയായും നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ വായിച്ച് നോക്കേണ്ട ഒരു പുസ്തകമായിട്ട് തന്നെയാണ് ഞാനിത് പരിചയപ്പെടുത്തുക. കാരണം നമ്മളെല്ലാ ജീവിതങ്ങളും അറിയണ്ടേ, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന എല്ലാവരെയും അറിയണ്ടേ. അങ്ങനെ വരുമ്പോഴല്ലേ മാറ്റങ്ങൾക്ക് പ്രത്യക്ഷത്തിലൊരു കാരണമൊന്നും ആവാൻ പറ്റിയില്ലെങ്കിലും മാറ്റങ്ങളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ചിന്ത പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. 160 രൂപയാണ് ഇതിൻ്റെ വില. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.